ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ റേഷൻ കടയിൽ അരി വാങ്ങിക്കാൻ പോവാണ്. ഞാനും രജിയും. അമ്മ രശ്മിയമ്മ അവിടെ നിന്ന് വരും അല്ലേ? രശ്മിയമ്മ അവിടെ നിന്ന് വരും. ഇന്ന് ഞങ്ങൾ റേഷൻ കടയിൽ അരി വാങ്ങാൻ വേണ്ടി പോവുകയാണ്. മഴ പെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് റേഷൻ കടയിൽ പോയിട്ട് അരി വാങ്ങിയിട്ട് വരാം. ഇങ്ങോട്ട് നോക്കപ്പൂ. ഇന്ന് അപ്പൂസല്ല കുഞ്ഞന്മാരെ കൂട്ടിയില്ല. മഴയായതുകൊണ്ടേ ചളിയിൽ കൂടെ വരണ്ടേന്ന് വിചാരിച്ച അവന്മാരെ കൂട്ടിയില്ല. അപ്പൂസിനെയാണ് കൂട്ടിയത്. നമ്മുടെ വീട്ടിൽ നിന്ന് കുറച്ചധികം ദൂരമുണ്ട് റേഷൻ കടയിലേക്ക്. ഒരു കയറ്റൊക്കെ കയറി പോകണം. ഞങ്ങൾ നടന്നാണ് പോകുന്നത് അല്ലേ അപ്പൂസേ? മഴ പെയ്തിട്ടുണ്ട്. റോട്ടിലൊക്കെ വെള്ളം നിൽക്കുക. അപ്പൂസ് അത് റോഡ് പണി ആയതുകൊണ്ട് ഇങ്ങോട്ട് മാറ്റിയതാ മോനെ. ഞങ്ങളിപ്പോൾ നെല്ലിച്ചോട് എത്തിയതേ ഉള്ളൂ. ഇനിയുണ്ട് കുറച്ചുകൂടെ പോകണം. ഇതുകൂടാതെ ഒരു കയറ്റം കൂടി ഉണ്ടല്ലേ. ഞാനത് മറന്നുപോയി. ഈ കയറ്റം കഴിഞ്ഞിട്ട് വേറെ ഒരെണ്ണം കൂടി ഉണ്ട്. അതെ, നടന്ന് ഞങ്ങൾ ആകെ ടയർഡായി. വണ്ടി വരുന്നുണ്ടെന്ന് തോന്നുന്നു സൈഡിൽ നിന്നോ. അടുത്ത കയറ്റായില്ലേ? അപ്പോൾ ഇതേ രശ്മിയമ്മ അവിടെ നിന്ന് വരുന്നുണ്ട്. ഞങ്ങൾ നടന്ന് എത്തുന്നില്ല. വലിയ ദൂരമല്ല, പക്ഷേ ഞങ്ങൾ നടന്ന് വന്നിട്ടേ അടുത്ത് മഴയാണെങ്കിലോ ക്ഷീണം പിടിച്ച് നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഗ്രാമവണ്ടി വന്നു. ഇന്ന് വണ്ടി മാറ്റിയിട്ടുണ്ടല്ലോ അല്ലേ? സാധാരണ ഇതിൽ വരുന്നത് റെഡ് കളറാണേ. ഇന്ന് വൈറ്റ് ആയിട്ടുണ്ട്. ആ വണ്ടിക്ക് എന്തേലും കംപ്ലൈൻ്റ് ഉണ്ടാവും. ഒന്നുമല്ല രണ്ടുമല്ല 3 കയറ്റായിട്ടോ. എനിക്ക് തെറ്റിപ്പോയതാ. കുഞ്ഞുമണി വരുന്നുണ്ടല്ലേ. ഈ ഒരു കയറ്റം കയറിയാൽ റേഷൻ കട എത്തും കേട്ടോ. ഞങ്ങൾ റേഷൻ കടയിലേക്ക് പോകുമ്പോൾ നമ്മുടെ കുഞ്ഞുമണീനെ കണ്ടു. നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള കുഞ്ഞുമണി ഹായ് പറ. ഇല്ല, കുഞ്ഞുമണി ഹായ് പറയില്ല. കുഞ്ഞുമണി തെറ്റിപ്പോവുക. അതേ, നമ്മളവിടെ എത്തുന്നതിന് മുമ്പ് ഒരു വീട്ടിൽ റോഡ് സൈഡിൽ പച്ചക്കറിയൊക്കെ നട്ടിട്ട് പന്തലൊക്കെ ഇട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ പയറൊക്കെ ഉണ്ട് കോലക്കേറി. റേഷൻ കടയുള്ള സ്ഥലത്തിൻ്റെ പേര് അത്തിനിലം എന്നാണ്. ഇവിടെ ഒരു പള്ളിയൊക്കെ ഉണ്ട് കേട്ടോ. നമ്മളവിടെ എത്തി. അങ്ങനെ നമ്മുടെ റേഷൻ ഷോപ്പ് എത്തിയിട്ടുണ്ട്. ഇതാണ് റേഷൻ കട. ആളൊന്നും ഇല്ല കേട്ടോ. മഴയൊക്കെ ആയതുകൊണ്ടാന്ന് തോന്നുന്നു ആൾ കുറവാണ്. നമ്മുടെ നമ്പർ പറഞ്ഞിട്ടുണ്ട്. കറക്റ്റായില്ലല്ലേ? ഒരു വെള്ളം കൂടെ വീട്ടിൽ 10 എടുത്തിട്ടുണ്ട്. ബില്ല് വരാൻ താമസമല്ലേ? നെറ്റൊക്കെ നെറ്റ് സ്ലോ ആയതുകൊണ്ടാണ് ഡിലേ ആവുന്നത്.
നമുക്കുള്ള അരി ചേച്ചി സഞ്ചിയിലാക്കുക. നമുക്ക് 8 കിലോ അരി, 8 കിലോ അല്ലേ ചേച്ചി? നമുക്ക് നമ്മൾ വെള്ള അരിയാണ് വാങ്ങുന്നത്, വേഗം വേകാൻ വേണ്ടിയിട്ടേ. മട്ട ഉണ്ട് ഇവിടെ, പക്ഷേ അതിന് ഇച്ചിരി വേവ് കൂടുതലായതുകൊണ്ട് രണ്ട് പാക്കറ്റ് ആട്ടയാണുള്ളത്. ഞങ്ങളുടേതിൻ്റെ അടുത്ത് തന്നെ അംഗൻവാടി ഉണ്ട് കേട്ടോ. ഇന്നത്തെ വീഡിയോ ഇവിടെ കഴിയാണ്. നമുക്ക് യൂവേഴ്സൊക്കെ കുറവാണ്. എല്ലാവരും വീഡിയോ കാണാൻ, എല്ലാവരും വീഡിയോ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, ബൈ.